السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തു സജദ 16-17 ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്ത് കേട്ടത്. കഴിഞ്ഞ ആയത്തിൽ തുടങ്ങിവെച്ച കാര്യം ഇന്നമാ യുഅ്മിനു ബി ആയാതിന, തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ താഴെ പറയുന്ന സ്വഭാവക്കാർ മാത്രമായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു പറഞ്ഞത്, ഒരു ഗുണം പറഞ്ഞത് അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദ. രണ്ടാമത് പറഞ്ഞത് വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ എന്നാണ്. മൂന്നാമത് പറയുന്ന ഗുണമാണ് ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത്. എങ്ങനെയുള്ളവർ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ? ഈ ഗുണവുമുള്ളവരെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. ആരാണവർ? അതാണ് ഇതിൽ പറയുന്നത്. തതജാഫ അകറ്റുന്നു, ഉയർത്തുന്നു എന്നൊക്കെയാണ് അർത്ഥം. തതജാഫ എന്ന് പറഞ്ഞാൽ അറബിയിൽ തർത്തഫിഉ, ഉയർത്തുന്നു, അല്ലെങ്കിൽ ഉയരുന്നു, അകന്നുപോകുന്നു എന്നൊക്കെ അർത്ഥം. തതജാഫ, ജാഫ എന്ന് പറഞ്ഞാൽ അകറ്റി. സാധാരണ ഖബറിങ്കൽ മറമാടിക്കഴിഞ്ഞതിൻ്റെ ശേഷം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വാചകങ്ങളുണ്ട്. തസ്ബീത്ത് എന്നറിയപ്പെടുന്ന വാചകങ്ങളിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി, അല്ലാഹുവേ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ ഇരു പാർശ്വങ്ങളിൽ നിന്നും ഖബറിനെ നീ അകറ്റണമേ എന്ന്. അപ്പം അകറ്റുക എന്നാണ്. തതജാഫ, അവരകറ്റുന്നു. തതജാഫ ജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങളെ. ജുനൂബ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങൾ. ആ പാർശ്വഭാഗങ്ങളെ അവരകറ്റുന്നവരാണ്. പാർശ്വഭാഗങ്ങൾ അകന്നുപോകും. അതാണ് തതജാഫ, അകന്നു പോകുന്നതാണ്. ജുനൂബുഹും, അവരുടെ പാർശ്വങ്ങൾ. പാർശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ശരീരഭാഗങ്ങൾ അകന്നു പോകുന്നതാണ്. എവിടെ നിന്ന്? അനിൽ മദാജിഇ, അവരുടെ കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന്, വിരിപ്പുകളിൽ നിന്ന്. മൽജഅ്, കിടക്കുന്ന സ്ഥലം. മൽജഅ്, കിടക്കുന്ന സ്ഥലം. അതിൻ്റെ ബഹുവചനാണ് മദാജിഅ്. അവരുടെ കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന്, കിടക്കകളിൽ നിന്ന്, വിരിപ്പുകളിൽ നിന്ന് അവരുടെ പാർശ്വഭാഗങ്ങൾ അകന്നുപോകുന്നതാണ്. അഥവാ അവര് ഉറക്കമില്ല, ഉറക്കം വളരെ കുറവായിരിക്കും. രാത്രിയിൽ അവർ നമസ്കാരത്തിലാണ്, ദിക്റിലാണ്, ഖുർആൻ പാരായണത്തിലാണ്, ദുആയിലാണ്. യദുഊന റബ്ബഹും, എന്താ അവർ ചെയ്യുന്നത്? ഉറക്കമിളച്ചുകൊണ്ട്. യദുഊന റബ്ബഹും, അവരുടെ റബ്ബിനെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ രക്ഷിതാവിനോട് അവർ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? രണ്ട് അവസ്ഥകളാണ് അവരുടെ മനസ്സിനുള്ളത്. ഒന്ന് ഖൗഫൻ, മറ്റൊന്ന് വതമഅൻ. ഖൗഫൻ എന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട്,
ഭയത്തോടുകൂടെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വതമഅൻ, ആശയോടുകൂടെയും. ഭയമുണ്ട്, ആശയുമുണ്ട്. ആശയും ആശങ്കയുമുള്ള മനസ്സോടെ അവരുടെ റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. അടുത്ത ഗുണം വമിമ്മാ റസഖ്നാഹും, വമിൻ മാ റസഖ്നാഹും, റസഖ്നാ നാം കൊടുത്തു, നാം നൽകി, ഹും അവർക്ക്, നാം അവർക്ക് നൽകിയതിൽ നിന്ന്, യുൻഫിഖൂന അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു. നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കുകയുള്ളൂ. അവിടേക്കാണ് ബന്ധട്ടോ. ഇന്നമാ യുഅ്മിനു ബി ആയാതിന, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ ആര് മാത്രമായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഗുണങ്ങൾ പറഞ്ഞു, ഇന്ന് വേറെ ഗുണങ്ങളും പറഞ്ഞു. ഇന്നത്തെ ഗുണം പറഞ്ഞതാണ് തതജാഫാ ജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങൾ അകന്നു പോകുന്നതാണ്. അനിൽ മദാജിഇ, അവരുടെ കിടക്കകളിൽ നിന്ന്, ബെഡുകളിൽ നിന്ന്, വിരിപ്പുകളിൽ നിന്ന്. യദഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഖൗഫൻ, പേടിയോടെയും, വതമഅൻ, പ്രതീക്ഷയോടെ, ആശയോടെയും. വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന്, യുൻഫിഖൂന അവർ ചെലവഴിക്കുകയും ചെയ്യുന്നവരാകുന്നു. അങ്ങനെയുള്ള സ്വഭാവക്കാരും മാത്രമേ നമ്മുടെ ആയത്തുകളിൽ സമ്പൂർണമായി വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കുകയുള്ളൂ. ഇതാണ് ഇപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞത്. കുറേ കാര്യങ്ങൾ ഇതിലും നമുക്ക് വിശദമായി മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ ഗുണം ഇവിടെ പറയുന്നത് തതജാഫാ ജുനൂബുഹും എന്നാണല്ലോ. അവര് മറ്റുള്ള ആളുകളെപ്പോലെ അവരിങ്ങനെ സുദീർഘമായ സുഖനിദ്രയിൽ കഴിയൂല എന്നാണ്. മുഅ്മിനീങ്ങളുടെ ഗുണമാണത്. എല്ലാവരും രാവുകളിൽ സുദീർഘമായി സുഖനിദ്രയിൽ മുഴുകുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ അങ്ങനെ ഒരു സുദീർഘമായ സുഖനിദ്രക്ക് അവർ തയ്യാറാകൂല. കാരണം അവരുടെ മനസ്സിലെപ്പോഴും ബേജാറുണ്ട്. ഞാനിങ്ങനെ കിടന്നുറങ്ങേണ്ടവനല്ല, ഇങ്ങനെ ഇത്രയും നേരം കിടന്നുറങ്ങേണ്ടവനല്ല എന്നൊരു ചിന്ത അവനുണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. കാനൂ, ആ വിശ്വാസികളായിരുന്നു, ഖലീലം മിനൽ ലൈലി, രാത്രിയിൽ നിന്ന് കുറഞ്ഞു മാത്രമേ യഹ്ജഊന അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരി, രാവിൻ്റെ അവസാന സമയങ്ങളിൽ, യസ്തഗ്ഫിറൂന അവർ പാപമോചനത്തിന് വേണ്ടി അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരുന്നു. മുഅ്മിനീങ്ങളുടെ ഗുണമാണ്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തും ഇതേപോലെ പറഞ്ഞു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാവിൻ്റെ അവസാന സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന്. സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിടത്ത് റഹ്മാനായ അള്ളാഹുവിനോട് അടുപ്പം കിട്ടിയിട്ടുള്ള അവൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ ഗുണങ്ങൾ, ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം, അവരുടെ റബ്ബിന് വേണ്ടിയിട്ട് അവർ രാത്രികളിൽ സുജ്ജദൻ വഖിയാമാ, സുജൂദിലും നൃത്തത്തിലുമൊക്കെയായി അഥവാ നിസ്കാരത്തിലായിരിക്കും അവരുടെ രാവുകളിൽ എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ തതജാഫാ ജുനൂബുഹും എന്നുള്ള തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ, അവരുടെ കിടക്കകളിൽ നിന്ന്, വിരിപ്പുകളിൽ നിന്ന്, ബെഡുകളിൽ നിന്ന് അവരുടെ ശരീരത്തെ അവർ ഉയർത്തുന്നു, അല്ലെങ്കിൽ ആ ശരീരങ്ങൾ അകന്നു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അവർ ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നവരാണ് എന്നാണ്. സാധാരണക്കാരെ പോലെ അതിനെക്കുറിച്ച് അശ്രദ്ധയോടുകൂടെ കഴിയുന്നവരല്ല. നിസ്കാരത്തിലൂടെ, ദിക്റിലൂടെ, ദുആയിലൂടെ, തസ്ബീഹിലൂടെയൊക്കെ അവരുടെ മനസ്സിങ്ങനെ വ്യാപൃതരാണ് എന്നുള്ളതിനാൽ രാത്രി അധിക സമയം അവർ ഉറങ്ങുകയില്ല. നേരത്തെ ഞാൻ സൂറത്തു ദാരിയാത്തിലെ 17ഉം 18ഉം ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അവർ വളരെ കുറഞ്ഞു മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്ന്. ഇവിടെ നമുക്കുണ്ടാകാവുന്നൊരു സംശയം, ഒരു മനുഷ്യൻ്റെ ശരാശരി ആരോഗ്യം നിലനിൽക്കുവാൻ
അവൻ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം എന്നാണല്ലോ നിയമം. എങ്കിൽ പിന്നെ ഈ പറയുന്നത് എന്താണ്? സഹാബിമാരൊക്കെ വളരെ ആരോഗ്യമുള്ള ആളുകളായിരുന്നു. അവരൊക്കെ വളരെ കുറഞ്ഞേ ഉറങ്ങിയിരുന്നുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. പിന്നെ അപ്പോൾ അവർ പകല് കൂടുതൽ ഉറങ്ങുന്നുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുക. അതല്ലതാനും. അറബികൾക്ക് ആകെ പകൽ സമയത്ത് 1/2-3/4 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്നൊരു ഉറക്കുണ്ട്. അതിന് കൈലൂലത്ത് എന്നാണ് പറയുക. കൈലൂലത്തിൻ്റെ ഉറക്ക്, അഥവാ ലുഹറിൻ്റെ മുമ്പ് ഒരു ലുഹായൊക്കെ കഴിഞ്ഞാൽ നല്ല ചൂട് പിടിക്കുന്ന സമയത്ത് ലുഹർ ബാങ്ക് വിളിക്കുന്നതിൻ്റെ 1/2-3/4 മണിക്കൂർ 1 മണിക്കൂർ മുമ്പൊക്കെ അവരൊന്നും മയങ്ങും. അതാണ് കൈലൂലത്ത്. അത് അറബികൾ മുടങ്ങാതെ നിർവഹിച്ചിരുന്ന ആളുകളാണ്. പിന്നെ രാത്രികളിൽ അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് നമുക്ക് ഇന്നിപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട്, ഇന്ന് വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, ഒരുപാട് ഉറങ്ങുന്നതിലല്ല കാര്യം, ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ ബെഡിൽ കഴിച്ചു കൂട്ടലല്ല കാര്യം. ഒരു ഡീപ്പ് സ്ലീപ്പ്, നൗമുൻ അമീഖ്, അത് കിട്ടലാണ് പ്രധാനം എന്നാണ്. ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ പോകുന്ന സമയം അത് ഓരോരുത്തരുടെ പ്രായം, ആരോഗ്യ നിലവാരം, അവരുടേതായ അവർ ചെയ്യുന്ന ജോലികൾ, അവരുടേതായ വളർന്ന സാഹചര്യങ്ങൾ, ശരീരപ്രകൃതം, ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ്. ചില ആളുകൾക്കൊരു 4 മുതൽ 5 മണിക്കൂർ വരെ ടോട്ടൽ ഉറങ്ങിയാൽ മതിയാവും, അവർ വളരെ ഉന്മേഷവാന്മാരായിരിക്കും. ചിലർക്ക് 8 മണിക്കൂർ ഉറങ്ങിയാലും കൊട്ടുവായിട്ടിട്ട് അങ്ങനെ അലസരായിട്ട് അങ്ങനെ നടക്കും, എത്ര ഉറങ്ങിയിട്ടും കാര്യമില്ല. അപ്പം അവിടെ ഒരാൾക്ക് ഉറക്ക് കൊണ്ട് ശരിക്ക് യഥാർത്ഥത്തിൽ അത് ആപേക്ഷികമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഖുർആനോ ഹദീസോ എവിടെ ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആനും ഹദീസും എവിടെ എന്ത് പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യൻ ഇത്ര മണിക്കൂർ ഉറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന നിലക്കുള്ള ഉറക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അറബികളുടെയൊക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഉറങ്ങും. പലപ്പോഴും അവർ ഇശാഇൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കും. അശാ എന്നാണ് ആ ഭക്ഷണത്തിന് പറയാം. ആ നേരത്തുള്ള ഭക്ഷണത്തിന് ഒരു എന്താ അറബികൾ പേര് പറയാ? അശ കഴിഞ്ഞിട്ടാണ് ഇശാ. എത്രത്തോളച്ചാൽ ഇസ്ലാം അവരോട് പറഞ്ഞു, അശാവും ഇശാവും കൂടെ ഒരുമിച്ച് വന്നാൽ നിങ്ങൾ അശായിനെ മുന്തിച്ച് ഇശായിനെ പിന്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ, നല്ല വിശക്കുമ്പങ്ങൾ ഈശ നിസ്കരിക്കേണ്ട, അശാ ഭക്ഷണം കഴിച്ചോളൂ, എന്നിട്ട് ഈശ നിസ്കരിച്ചാൽ മതി. അപ്പോൾ അവർ നേരത്തെ എന്ത് ചെയ്യും? ഉറങ്ങും. പിന്നെ അവർക്ക് ഇങ്ങനെ നമ്മളെപ്പോലെ കളിച്ചിരിക്കാൻ മൊബൈലും ഇല്ല, നെറ്റും ഇല്ല, ന്യൂസ് കേൾക്കാൻ മറ്റ് സംവിധാനങ്ങളുള്ള യാതൊരു പരിപാടിയില്ല. ഇന്നത്തെ ഫിഫി ഇല്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും എന്താ പ്രശ്നം? ഉറക്കക്കഞ്ഞി അന്ന് സോഹ എന്നല്ല എല്ലാവരും പറയാം. അതൊക്കെ പിന്നെ നോക്കാന്ന്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചേരി തിരിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇന്ന ആളാണ്, ഞാൻ മറ്റവൻ്റെ ആളാണ്. ഒരൊറ്റ കഴുങ്ങും തോട്ടത്തിൽ ഒരു കഴുങ്ങും കിട്ടാനില്ല, സകല കഴുങ്ങും മുറിച്ചു, എല്ലായിടത്തും ഫ്ലക്സായി. മനുഷ്യനൊരു ലോകം, ഒരു പഞ്ചായത്ത് മൊഴി, എത്ര മീറ്ററാണ് ഓരോരുത്തരുടെ ഫ്ലക്സിൻ്റെ വലിപ്പം എന്നറിയില്ല. അതിന് വേണ്ടി അടികൂടുന്നു, ബെറ്റ് വെക്കുന്നു, പ്രശ്നങ്ങൾ പറയുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. കോടികളാണ് കേരളത്തിലെ ഫ്ലക്സ് സംസ്കാരത്തിന് വേണ്ടി ഇനിയിപ്പോൾ ചെലവഴിക്കാൻ പോകുന്നത്. ഇന്ന് തുടങ്ങിയെന്നാണ് ഇപ്പോൾ കേൾക്കണത്. ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഉറക്കും പ്രശ്നമല്ല, അല്ലെങ്കിലൊക്കെ എന്തേർക്കും ഇടങ്ങേറ് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉറങ്ങും, കോട്ടുവായിടും. ഇതിൻ്റെ മുമ്പിലാണ് ഈ കാൽപന്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് തട്ടുന്നോടത്ത് ഇരുന്നാൽ പിന്നെ 10 ദിവസം അങ്ങനെ ഇരുന്നാലും ഓൻ ഉറക്കം വരില്ല. കാരണം ശൈത്താൻ ഇങ്ങനെ അയിമങ്ങനെ ഹരം കൂട്ടണം. അവിടെ ഞാൻ തുടക്കത്തിലേ പറയണേ, നിങ്ങളെ സമയം വെറുതെ സമയം കളയണ്ട. അവർ കളിക്കും, അവർ പരിശീലിച്ച് വരികയാണ്, അവർ കളിക്കും, നേടും, നല്ലോണം കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യും. ഉറക്കമിളച്ച നിങ്ങൾക്ക് പോയി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരുന്നോളീൻ. ഒരൊറ്റ ഇബാദത്തും നിങ്ങൾക്ക് നഷ്ടപ്പെടണ്ട. ഈ നഷ്ടപ്പെടണമെന്നില്ല, ഞങ്ങൾ ഇത്ര മണിക്ക് ഉറങ്ങിയാലും സുബൈക്ക് പള്ളിയിലുണ്ടാവും, നിങ്ങൾക്ക് മൂടുണ്ടാവില്ല. നിങ്ങളങ്ങനെ ഉറക്കൊഴിച്ചിരുന്നിട്ട് സുബൈക്ക് പോയിട്ടൊന്നും കാര്യമല്ല. അവിടെ ഈ പറയുന്നത് എന്ത്? മോമിനീങ്ങൾ ഉറക്കമൊഴിച്ചത് പരലോകത്തെക്കുറിച്ച് പേടിച്ചിട്ടാണ്. നമ്മൾ ഉറക്കൊളിക്കണതോ എൻ്റെ അർജന്റീന തോൽക്കോ, എൻ്റെ ബ്രസീൽ തോൽക്കോ, എൻ്റെ ആൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ബേജാറായിട്ടാണ്. അവൻ്റെ പണി നോക്കി അവൻ ക്യാഷും കൊണ്ട് ചെക്കും വാങ്ങി വലിയ സ്വർണത്തിൻ്റെ തങ്കത്തിൻ്റെ കപ്പും കൊണ്ട് അവൻ പോകും. അവൻ്റെ രാഷ്ട്രത്തിൽ വലിയ സ്വീകരണം കിട്ടും. പൊട്ടന്മാരായ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടത്തരം കാണിച്ച് അവനാൻ്റെ ഖബറിലേക്ക് കിട്ടേണ്ടുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെ റെക്കോർഡും അവിടെ മടക്കി ചുരുക്കി ഒരു മൂലയിലേക്ക് എറിഞ്ഞിട്ട്
ഈ കാൽപന്ത് തട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ ആവേശം കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. അവൻ്റെ അടുത്തും കൂടി ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂല, കാലോട്ട് അവനും കിട്ടും തട്ട്. അമ്മാതിരി ആവേശത്തിലായിരിക്കും അവൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ദയവായി അതിൻ്റെ പിന്നാലെ സമയം കളയല്ലേ. ദുന്യാവെന്ന് പറയുന്നത് ഈ ലഹുവും ലഅബും മാത്രമാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹുവുൻ. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിയും വിനോദമായിട്ട് അങ്ങനെ മനുഷ്യനെ തട്ടിക്കൊണ്ട് കളിക്കുകയാണ് ശൈത്താൻ. നമ്മുടെ മണിക്കൂറുകളും വിലപ്പെട്ട സമയങ്ങളുമാണ് ഈ ലഅബിലും ലഹുവിലും പോകുന്നത്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അവരുടെ വിനോദങ്ങളോ അവരുടേതായ കളികളോ ഒന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റില്ലെന്ന്, നിസ്കാരം യഥാവിധി നിർവഹിക്കുന്നതില്ലെന്ന് തടയുകയില്ല. റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കച്ചവടങ്ങളോ അവരുടെ കൊള്ളക്കൊടുക്കുകളോ അവരെ തടയില്ല. വിശ്വാസികളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് ഒക്കെ പറഞ്ഞു നമ്മളോട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഒരു പ്രയോജനം നമുക്ക് കിട്ടാനില്ല. ആ സമയം കൂടി നിങ്ങൾ വേണം ഈ കോർട്ടിൽ പോയിട്ട് നിങ്ങൾ സ്വന്തം പന്ത് കെട്ടിക്കോളി. നിങ്ങളെ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ്. പന്ത് കളിച്ചോ, പന്ത് കളിച്ച് നിങ്ങൾ നല്ലോണം ശരീരം ഇളകി കളിച്ചോ, അതൊക്കെ നല്ല കാര്യമാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ആരോഗ്യം നോക്കണം. ഇത് കണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനവും നമുക്കതില്ല, യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് വിശ്വാസികൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മൾ രാത്രി ഉറക്കമിളക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. സത്യവിശ്വാസികൾ അങ്ങനെയായിരുന്നു. തതജാഫാ ജുനൂബുഹും അവരുടെ പാർശ്വഭാഗങ്ങളെ അതാ അകന്നു പോവുകയാണ്. അവരുടെ പാർശ്വഭാഗങ്ങൾ എവിടുന്ന്? അനിൽ മദാജിഇ അവരുടെ കിടപ്പ് സ്ഥാനങ്ങളിൽ നിന്ന്. അവര് പന്ത് കളി കാണാനല്ല, വിനോദിക്കാനല്ല, നമ്മളെപ്പോലെ ഫോണിലിരുന്നു കൊണ്ട് മറ്റേതെങ്കിലും നമ്മുടെ നേരം പോക്കുകളും കോമഡികളും രാഷ്ട്രീയങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളും പറഞ്ഞിങ്ങനെ നേരം കളഞ്ഞ് പത്രം വായിച്ച് തർക്കിച്ച് അവസാന സമയത്ത് പോയി കിടന്നുറങ്ങാനല്ല. നേരത്തെ ഉറങ്ങുക. എത്ര നമുക്ക് ചാൻസ് കിട്ടിയോ അത്രയും നേരത്തെ ഉറങ്ങുക. സഹാബത്ത് അങ്ങനെയായിരുന്നു. ഞാനതാ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നബിയും സഹാബത്തും ഇശ കഴിഞ്ഞാൽ പിന്നെ വേഗം ഉറങ്ങും. അവർ അവ്വലുള്ളയിലുള്ള ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. എന്നിട്ടൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നല്ല ഉറക്ക് കിട്ടേണ്ട സമയങ്ങളിൽ അവർ ഉറങ്ങുന്നതാണ്. ഒരു മനുഷ്യനിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടിക്കഴിയുമ്പോൾ അവന് ഇത്ര മണിക്കൂർ അവന് കിട്ടുന്നുണ്ട് രാവിൻ്റെ ഇന്ന സമയങ്ങളിൽ എന്നാണ്. ആ സമയങ്ങളിൽ അവൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവരാ സുലുസുൽ അഖീറാവുമ്പോഴേക്ക് എഴുന്നേൽക്കും. അപ്പൊ അവരുള്ളയിൽ ഉറങ്ങിയിട്ട് ആഖിറുള്ളയിൽ അവർ എഴുന്നേൽക്കും. അതായിരുന്നു അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. പിന്നെ എന്തെങ്കിലും ഒരു ബാക്കി അവർക്ക് ഉറക്കുണ്ടെങ്കിൽ അത് ളുഹറിന്റെ മുമ്പായിട്ട് ആ കൈലൂലത്ത് എന്ന് പറയുന്ന ആ ഡീപ്പ് സ്ലീപ്പ് കുറഞ്ഞ നേരെ ഉണ്ടാവുള്ളൂ. അതിലും അവർ ആരോഗ്യം നേടിയെടുക്കും. എന്നിട്ട് അവർ എത്ര നല്ല ആരോഗ്യവാന്മാരായിരുന്നു, നല്ല ആരോഗ്യവാന്മാരായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന കുതിരകൾ. ആ കുതിരപ്പുറത്ത് കയറാൻ നമുക്ക് 10 ആൾ കയറ്റി കഴിയുമ്പോൾ പിടിച്ചിരുത്തേണ്ടി വരും. അവർ ചുഴറ്റിയിരുന്ന വാള്, ആ വാള് പൊക്കാൻ നമുക്ക് 10 ആൾ വേറെ വേണ്ടി വരും. ആ വാളും ചുഴറ്റി പിടിച്ചിട്ടാണ് ശത്രുക്കളെ അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് യുദ്ധത്തിൽ അവരെ മുന്നേറിയിരുന്നത്. എത്ര വലിയ ആരോഗ്യവാന്മാരായിരുന്നു ആ സഹാബത്ത്. അവരെ കുറിച്ചാ അല്ലാഹ് പറയുന്നത് എന്ത്? കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ വളരെ കുറഞ്ഞേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്ക് പണി എന്തായിരുന്നു? അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അതുകൊണ്ട് തന്നെ ഖിയാമുൽ ലൈലിന്റെ പ്രത്യേകതയാണ് ഇവിടെ. തതജാഫാ ജുനൂബുഹും എന്ന് പറഞ്ഞാൽ അനിൽ മദാജിഇ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ചു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവര് ഖാമൂ മിനൽ ലൈലി, അവർ രാത്രികളിൽ അവരെന്ത് ചെയ്യും? നമസ്കരിക്കും. ഇതാണ് ഇബാദുർ റഹ്മാന്റെ ഗുണമായിട്ട് സൂറത്തുൽ ഫുർഖാനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. സൂറത്തു സുമറിലുമുണ്ട്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി. പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്ത്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ അവരതാ വളരെ പേടിയോടുകൂടി സാജിദം വഖായിമാ, സുജൂദിലും നൃത്തത്തിലുമായി അവർ കഴിച്ചുകൂട്ടുന്നുണ്ട്. യഹ്ദറുൽ ആഖിറത, അവർ ആഖിറത്തെ പേടിക്കുകയാണ്. വയർജൂന റഹ്മത റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.
കണ്ടോ? അപ്പോൾ അവരുടെ റബ്ബിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത്, അല്ലാതെ അവർ റിയായിന് വേണ്ടിയിട്ടോ പേര് കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഒരു വേള തൻ്റെ തൊട്ട് കിടക്കയിൽ അപ്പുറത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെയാണ് ഭർത്താവ് എഴുന്നേറ്റ് നിസ്കരിക്കുക. ഭർത്താവ് പോലും അറിയാതെയായിരിക്കും ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കുക. പിന്നെ വിളിച്ചുണർത്തുന്നത് വലിയ പുണ്യം എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ഉറങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് ഉറക്ക്. മിൻ ആയാതിഹി മനാമുകും ബിൽ ലൈലി, അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് രാത്രികളിൽ അവൻ ഉറങ്ങാൻ അവസരം തരുന്നു എന്നുള്ളത്. വജഅൽനാ നൗമക്കും സുബാത്ത, എന്തിനാ നമ്മളുടെ ഉറക്ക്? നിങ്ങളുടെ ഉറക്കിനെ നാം നിശ്ചയിച്ചിരിക്കുന്നു സുബാത്തൻ, ഒരു വിശ്രമം. നിങ്ങൾക്കൊരു വല്ലാത്ത സുഖമാണത്. എല്ലാ ടെൻഷനും മാനസികമായും ശാരീരികമായിട്ടുണ്ടാകാവുന്ന ഒരുപാട് പ്രയാസങ്ങളും നല്ല നവോന്മേഷത്തോടെ പുതുപുത്തൻ മനസ്സോടെ എഴുന്നേൽക്കാൻ കഴിയുക എന്നുള്ളത് അത് അള്ളാഹു ചെയ്തു തരുന്ന വലിയ ഒരു നിഅമത്താണ്. അതുകൊണ്ട് തന്നെ മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമയത്തുള്ള എഴുന്നേൽപ്പ് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കും അതുപോലെ തന്നെ മാനസികമായി നല്ല കരുത്ത് നേടാനും ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള മനക്കരുത്ത് നേടാനും ഒക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് തൗഫീഖ് ഉണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല എന്നൊക്കെ പറയുന്നതിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങൾ അതൊക്കെ തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലേശമേറെ സഹിച്ചുകൊണ്ടാണ് നിസ്കരിച്ചത്. അവിടുത്തേക്ക് രാത്രി നിസ്കാരം നിർബന്ധമായിരുന്നു. കാലിൽ നീര് വരുവോളമൊക്കെ നിസ്കരിച്ചു. നമുക്ക് പ്രസംഗിക്കാനോ എഴുതാനോ പറ്റുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ചെയ്തു. അതിന് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ എന്നാണ്. സഹാബിമാർ നബിതങ്ങളെക്കുറിച്ചുള്ള ചരിത്രത്തിൽ പറയുന്നത്, ചിലപ്പോൾ രാത്രികളിൽ അധികവും നിസ്കരിക്കും, ചിലപ്പോൾ രാവിൻ്റെ പകുതി നിസ്കരിക്കും, ചിലപ്പോൾ രാവിൻ്റെ 1/3 നിസ്കരിക്കും. എങ്ങനെയാണ് ഈ രാത്രിയുടെ പകുതി 1/3 എന്നൊക്കെ കണക്കാക്കുക? പ്രഭാതം പൊട്ടിവിടരുന്ന സുബഹിയുടെ സമയം വരെ, അതാണിപ്പോൾ ഒരു രാവ് എന്ന് പറയുന്നത്. ഇപ്പം രാത്രി നമുക്ക് കുറവാണ്, പകലാണ് കൂടുതൽ. ഇപ്പോഴത്തെ ഘട്ടത്തിൽ 7:10 മഗ്രിബായി കഴിഞ്ഞാൽ പിന്നീടൊരു 4 മണിയുടെ തൊട്ട് മുമ്പായിട്ട് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. അപ്പോൾ എത്ര മണിക്കൂറേയുള്ളൂ? ആ ടോട്ടൽ മണിക്കൂറുകളെ 3ആയി വിഭജിക്കുമ്പോഴാണ് രാത്രിയുടെ 1/3 കിട്ടുന്നതും, അതിനെ പകുതിയാക്കുമ്പോഴാണ് പകുതി കിട്ടുന്നതും, അതിൻ്റെ സുലുസൈനി 2 ഭാഗം 3ൽ 2 ഭാഗം എന്നൊക്കെ വേർതിരിക്കാനുള്ള മാനദണ്ഡം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും ആ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തുന്ന ആളുകളാവണം. നബിയും സഹാബിമാരുമൊക്കെ അത് സുദീർഘമായി നിസ്കരിച്ചിട്ടുണ്ട്. 7 മണിക്കൂറൊക്കെ നീളുന്ന നിസ്കാരം അന്ന് നടന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ രാത്രികളൊക്കെ ടെലിവിഷനിലും നെറ്റിലും അതേപോലെ തന്നെ കാലക്കീലകളിലും സംഗീതത്തിലും കളിയിലും വിനോദത്തിലും നൃത്തത്തിലും ഡാൻസിലും ചീട്ടുകളിയിലും ഗീബത്ത് ഫസാദ് തുടങ്ങിയവയിലൊക്കെയല്ലേ ചെലവഴിക്കുന്നത്. അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ദാസന്മാർ അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, യദുഊന റബ്ബഹും, അവരവരുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഖൗഫൻ വ തമഅന പറയുന്നത്, പേടിച്ചുകൊണ്ടും ആശയോടുകൂടെയും. കാരണം അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയുണ്ട്. പാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയുണ്ട്. അള്ളാഹു ഇത് സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള പേടിയുണ്ട്. റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അതേ അവസരത്തിൽ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണല്ലോ എന്നതോർക്കുമ്പോൾ ത്വമാൻ, ആശയുണ്ട്. റബ്ബെനിക്കെല്ലാം പൊറുത്തു തന്ന് എനിക്ക് സ്വർഗം തരും എന്ന കാര്യം ഓർക്കുമ്പോൾ അവന് പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ അവൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഞാനും ഈ കേൾക്കുന്ന എല്ലാ ആളുകളും ഇനി ഈ ക്ലാസ് ശ്രവിക്കാനിടയുള്ള ആരൊക്കെയുണ്ടോ എല്ലാവരോടും ഒരു വസിയ്യത്തായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, രാത്രി നമസ്കാരം ഒരു ദിവസം പോലും മുടങ്ങരുത്. ഇശാ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ 2 റക്അത്ത് റവാത്തിബ് സുന്നത്തും കഴിഞ്ഞ് സുബഹി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ആ സൗകര്യമുള്ള സമയത്ത് നിങ്ങൾ 1, 3, 5, 7, 9, 11 എത്രയാണെങ്കിൽ സൗകര്യം പോലെ നിങ്ങൾ നിർവഹിക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതാണ് ഏറ്റവും നമുക്ക് പ്രാപ്തമാക്കുന്ന കാര്യം. 5 നേരത്തെ
നിസ്കാരം കഴിഞ്ഞാൽ അഫ്ദലുസ് സ്വലാത്തി ബഅദൽ മക്തൂബ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നിസ്കാരം ഏതാ? സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരമാണ്. എല്ലാവരും ഇന്ന് മുതൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചോളി. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, കുടുംബബന്ധം ചേർക്കണം. വസല്ലൂ ബില്ലൈൽ, നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കണേ. വന്നാസു നിയാം, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലെത്താം. പാപമോചനം നേടാനുള്ള മാർഗമാണത്. അലൈക്കും ബി ഖിയാമിൽ ലൈൽ, ഹദീസുകളാട്ടോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരം മുറുകെ പിടിക്കണേ. കാരണങ്ങൾ കേട്ടോളൂ. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, അത് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സദ്വൃത്തരായ ആളുകളുടെ സമ്പ്രദായമാണ്, അവരുടെ ചര്യയാണ്. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിങ്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യമാണ്. വമുകഫിറുൻ ലിസ്സയ്യിആതി, നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയാനും പൊറുപ്പിക്കാനും പറ്റുന്ന ഇബാദത്താണ്. വമുൻഹാതുൻ ലിൽ ആസാമി, നിങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ള ചെറുദോഷങ്ങളെയൊക്കെ, പാപങ്ങളൊക്കെ ഇനി വരാതിരിക്കാനും ആ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ തടയാനും ഈ രാത്രി നിസ്കാരം നമ്മെ പ്രാപ്തരാക്കും. എത്ര ഗുണങ്ങളാപ്പാ ഒരൊറ്റ ഹദീസിൽ തന്നെ പറഞ്ഞത്. എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? അവസാന സമയങ്ങളാണ് ഏറ്റവും ഉത്തമം. ആദ്യ സമയത്തും നിർവഹിക്കാം, മധ്യസമയത്ത് നിർവഹിക്കാം, അവസാനവും നിർവഹിക്കാം. അഖറബുമായ കൂനുൽ അബ്ദു, അഖറബുമായ കൂനുർ റബ്ബു മിനൽ അബ്ദി, റബ്ബ് ഒരടിമയോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നേരം ഫീ ജൗഫിൽ ലൈലിൽ ആഖിരി, രാവിൻ്റെ അവസാന സമയത്താണ്. അള്ളാഹു നമ്മളോട് ഏറ്റവും അടുക്കുന്ന സമയം രാവിൻ്റെ അവസാന സമയം. അതുകൊണ്ട് ഫൈനിസ്തതഅത, നിനക്ക് സാധിക്കുമെങ്കിൽ, അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സഅതി, ആ സമയത്ത് നീ റബ്ബിനെ ഓർക്കുന്നവരിൽ പെടാൻ നിനക്ക് സാധ്യമാകുമെങ്കിൽ ഫകുൻ, നീ അങ്ങനെ ആയിക്കോളണം. എന്താ കാരണം? യൻസിലു റബ്ബുനാ തബാറക വതആല, അല്ലാഹു തആല ഇറങ്ങി വരുന്നുണ്ട് എല്ലാ രാത്രിയിലും ഇലസ് സമാഇ ദുനിയാ, നമ്മോടടുത്ത ആകാശത്തിലേക്ക്. എപ്പോൾ? രാത്രിയുടെ 1/3 ഭാഗം ബാക്കിയാകുമ്പോൾ, സുബഹിയോടടുത്ത സമയത്ത് അള്ള ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്ന, അള്ള ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോളൂ. മൻ യദുഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ? ഫഅസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം കൊടുക്കും എന്നുറപ്പാണ്. മൻ യസ്അലുനി, ആരുണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ? ഫഉഅ്തിയഹു, ഞാൻ അവന് കൊടുക്കും. മൻ യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ? ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ഫലാ യസാലു കദാലിക, ഇപ്രകാരം അള്ളാഹു വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യുദീ അൽ ഫജ്റു, ഫജ്ർ വെളിച്ചം അഥവാ സുബഹിയാകുന്നത് വരെ ഈ നില തുടരും എന്നാണ്. അതുകൊണ്ട് എഴുന്നേൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരാൾ കിടന്നിട്ട് നീറ്റില്ലെങ്കിൽ പോലും, സംഗതി വശാൽ അങ്ങനെയൊക്കെ വരാലോ, പുണ്യം ഓർത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്തു, ഇപ്പം ഏതായാലും നിസ്കരിക്കണ്ട, അതിൻ്റെ ഏറ്റവും മഹത്വം കിട്ടട്ടെ എന്നുള്ള നിലക്ക് ഒരാൾ നിസ്കരിക്കാതെ കടന്നു. ഉദ്ദേശം എന്താണ്? എഴുന്നേറ്റ് നിസ്കരിക്കുന്ന, അതിന് പോലും കൂലിയുണ്ട് എന്നാണ്. മന്നത്താ ഫിറാശഹു, ആരെങ്കിലും തൻ്റെ കിടക്കയിലേക്ക് ചെന്നാൽ, വഹുവ യൻവി അൻ യഖൂമ, അവന് ഉദ്ദേശമുണ്ട്, അവൻ കരുതിയിട്ടുണ്ട്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നവൻ കരുതിയിട്ടുണ്ട്. പക്ഷേ ഫഗലബത്തുഹു ഐനാഹു ഹത്താ അസ്ബഹ, നേരം വെളുക്കോളം അവനങ്ങ് ഉറങ്ങിപ്പോയി. എന്നാലും കുതിബ ലഹു മാ നവാ, അവൻ കരുതിയത് അവൻ്റെ കൂലി അവൻ അള്ളാഹു രേഖപ്പെടുത്തും. അവൻ കരുതിയതിൻ്റെ കൂലി അള്ളാഹു രേഖപ്പെടുത്തും. വകാന നൗമുഹു സദഖത്തൻ അലൈഹി മിർ റബ്ബിഹി അസ്സ വജല്ല, അവൻ്റെ ആ ഉറക്ക് റബ്ബ് അവന് കൊടുത്ത ഒരു സ്വതക്കയായിട്ട് കണക്കാക്കും. കേട്ടോ, ഉറങ്ങിയിട്ട് കൂലി നേടുന്നു എന്ന് വിചാരിച്ചിട്ട് എന്നും ഇതിങ്ങനെ ഉറങ്ങുക, കിടക്കുക, പിന്നെ നീക്കാതിരിക്കുക, അവർക്ക് കിട്ടുന്നല്ല. ഇത് സംഗതി വശാൽ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിക്കുന്നവർക്കാണ്. എഴുന്നേൽക്കുമ്പോൾ ദിക്ർ ചൊല്ലണം. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. ആല ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ 11 ആയത്തുകൾ ചൊല്ലണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. എഴുന്നേറ്റാൽ ദന്തശുദ്ധി വരുത്തണം, ചെയ്യുന്നത് പതിവായിട്ട് ചെയ്യണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണ്? മാ ദാവമ അലൈഹി സാഹിബുഹു വഇൻ ഖല്ല, ഒരടിമ, അല്ലാഹുവിൻ്റെ ഒരടിമ ഒരു പ്രവൃത്തി നിത്യവും ചെയ്യലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. വഇൻ ഖല്ല, ചെയ്യുന്ന അളവ് വളരെ കുറഞ്ഞു പോയാലും ശരി. ഒരു ദിവസം ഒന്നാകെ 11 നിസ്കരിക്കുന്നതിനേക്കാൾ അപ്പുറം അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണ്? നിങ്ങൾ എന്നും 3 നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് എന്നാണ്. അളവ് കുറഞ്ഞാലും വേണ്ടില്ല, നിത്യം ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ആരും മുടക്കണ്ട കേട്ടോ, ഒരാളും മുടക്കരുതേ. ഇതിന് വിധങ്ങൾ പറഞ്ഞതാണ്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസിനോട് കൊടുക്കുന്ന വസിയത്താണ്, യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ലാ തകുന്നി, ആയിത്തീരരുതേ, മിസ്ല ഫുലാനിൻ, ഒരാളെപ്പോലെ നീ ആകരുത്. എന്തായിരുന്നു അയാളുടെ സ്വഭാവം? എന്തായിരുന്നു? കാന യഖൂമു മിനൽ ലൈലി, അയാൾ രാത്രിയിൽ കുറച്ചു ദിവസമൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ചു. ഫതറക ഖിയാമൽ ലൈൽ, പിന്നെ അയാൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. അതേപോലെ അബ്ദുല്ലാ നീ ആവരുത്, എന്നും ചെയ്യണം എന്ന് പറയണം. ഇനി ഒരാൾക്ക് രാത്രിയിൽ അവൻ സ്ഥിരമായി നിസ്കരിക്കുന്ന ഭാഗം ഒരാൾക്ക് നിസ്കരിക്കാൻ സംഗതിവശാൽ എപ്പോഴെങ്കിലും ഒന്ന് ഉറക്കത്തിൽപ്പെട്ടു പോയിട്ട് കഴിഞ്ഞില്ലെങ്കിലോ, എന്നാ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കരുത്. അത് ഇന്നലെ ഏതായാലും ഉറക്കത്തിൽപ്പെട്ടു, ഇനിയിപ്പോൾ അതാണ് പൊയ്ക്കോട്ടെ എന്ന് കരുതരുത്. നമ്മൾ എന്ത് ചെയ്യണം? വിധങ്ങൾ പറയാണ്, മന്നാമൻ ഹിസ്ബിഹി ഔവൻ ശൈഇൻ മിൻഹു, ആരെങ്കിലും രാത്രിയിൽ പതിവായി നിസ്കരിക്കുന്ന ആ നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ട് അവൻ ഉറക്കത്തിൽ പെട്ടുപോയി, എന്നാൽ അവൻ പിന്നീട് ബൈന സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ ളുഹ്രി, ളുഹറിൻ്റെയും ഫജ്റിൻ്റെയും ഇടയ്ക്ക് അവനത് വീണ്ടെടുത്താൽ കുതിബലഹു, അതവന് എഴുതപ്പെടുന്നതാണ് കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ, രാത്രി നിസ്കരിച്ച അതേ കൂലി അവന് കിട്ടും. അപ്പൊ നമുക്ക് 3 പോയോ? 3 നിസ്കരിക്കാൻ പറ്റിയില്ലേ? എന്നാ പിന്നെ 3 അല്ല നിസ്കരിക്കേണ്ടത്. എത്ര നിസ്കരിക്കണം? 4 നിസ്കരിക്കണം. 5 പോയത്? 6 നിസ്കരിക്കുക. 1 റക്അത്താണോ പോയത്? 2 നിസ്കരിക്കുക. എന്നാലും അത് പോയാലും എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. നമ്മൾ എഴുന്നേൽക്കുക, ഭാര്യനെ വിളിച്ചുണർത്തുക. ഭാര്യയാണോ ആദ്യം എഴുന്നേറ്റത്? എന്നാ പിന്നെ ഭർത്താവിനെ വിളിച്ചുണർത്തുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് ചില ഭർത്താക്കന്മാർക്ക് വേണ്ടിയും ഭാര്യമാർക്ക് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടി മുൻകൂറായി അഡ്വാൻസ്ഡായി പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. എത്ര വലിയ പുണ്യ! റസൂലുള്ള കുറച്ച് പുതിയാപ്പിളാർക്കും പുതിയണ്ണുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറേ മുമ്പ് പ്രാർത്ഥിച്ചതാ, അതൊന്നും നിലനിൽക്കുകയാണ്. എന്താ വിഷയം? റഹിമല്ലാഹു റജുല, അള്ളാഹു ഒരു ഭർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഖാമ മിനൽ ലൈലി, അയാൾ രാത്രിയിൽ എഴുന്നേറ്റു. ഫസല്ല, എന്നിട്ട് അയാൾ നിസ്കരിച്ചു. സുമ്മ യഖള ഇംറാതുഹു, പിന്നീട് അയാളുടെ ഭാര്യയെയും അയാൾ വിളിച്ചുണർത്തി. ഫസല്ലത്ത്, അവളും നിസ്കരിച്ചു. ഫൈൻ അബത്ത്, നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ ഇത്തിരി അവൾ മടി കാണിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നളഹ ഫീ വജ്ഹിൽ മാഅ, അവളുടെ മുഖത്തേക്ക് ഇത്തിരി വെള്ളം കുടഞ്ഞു. അങ്ങനെയുള്ള ഭർത്താവിനെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. വറഹിമല്ലാഹു ഇംറാതൻ, ഒരു പെണ്ണിനെയും അല്ലാഹ്, ഒരു ഭാര്യയെയും അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ഖാമത്ത് മിനൽ ലൈലി, അവൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു. സുമ്മ യഖളത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചുണർത്തി. ഫഇന്ന ബാന ലഹത് ഫീ വജ്ഹിൽ മാഅ, എഴുന്നേൽക്കാൻ ഇത്തിരി വിമ്മിഷ്ടപ്പെട്ടപ്പോൾ ഇത്തിരി വെള്ളം കുടഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിപ്പോൾ ഭാര്യയ്ക്കും അറിയാം, ഭർത്താവിനും അറിയാം. വെള്ളം കുടഞ്ഞാൽ അടിയിട്ടൊന്നുണ്ടെങ്കിൽ ചെയ്യണ്ട, എഴുന്നേറ്റിട്ട് വിളിക്കുക, നല്ല നിലക്ക് വിളിക്കുക. സഹാബികൾക്ക് പിന്നെ അതൊന്നും വിഷയമല്ല, അവർ ഹദീസിൽ പഠിച്ചിട്ടുണ്ട് വെള്ളം കുടഞ്ഞാൽ നല്ലതാ. മുത്തു മുസ്തഫായിയുടെ ആ ഒരു ചര്യ നടപ്പിലാക്കിയതാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് തിരിയുമ്പോൾ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് പഠിക്കാതെ പോയിട്ട് വെള്ളം കുടയണ്ട കേട്ടോ, അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ പോയിന്റ് മറന്നു പോകരുത്. എന്ത്? വിളിച്ചുണർത്തണം. കണ്ടോ, ഫർള് സ്കരിക്കാനല്ല കേട്ടോ, സുബഹിസ്കരിക്കാനല്ല. അപ്പോൾ സുബഹിക്ക് എത്രത്തോളം വേണം? ഇത് സുന്നത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇനിയും കേട്ടോ, അവർക്കുള്ള മഹത്വം കേട്ടോ. ഇദസ്തൈഖള الرجل من الليل وأيقظ امرأته فصليا ركعتين كتبا من الذاكرين الله كثيرا والذاكرات.
ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ രാത്രിയിൽ എഴുന്നേറ്റു, എന്നിട്ട് നിസ്കാരം നിർവഹിച്ചു, മറ്റേയാളെ വിളിച്ചുണർത്തി, അങ്ങനെ രണ്ടാളും ഈ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ അള്ളാഹു ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അഹ്സാബിലൂടെ, വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ എന്ന അല്ലാഹ് മദ്ഹ് പറഞ്ഞിട്ടുള്ള, അള്ളാഹ്ക്ക് ധാരാളമായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാര്, ധാരാളമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീകൾ എന്ന് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞവരിൽ ഈ ആണിനെയും പെണ്ണിനെയും അള്ളാഹു എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. നേടിക്കോളിൻ ജനങ്ങളെ, നേടിക്കോളിൻ. ഇതൊക്കെ വലിയ മഹത്വമാണ്, ഇതൊക്കെ വലിയ മഹത്വമാണ്. ഒരു മൂന്നാമൻ അവിടെ അറിയാനില്ല പടച്ച റബ്ബല്ലാതെ. ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ചുണർത്തുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ റബ്ബ് അറിയുള്ളൂ. എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തുമ്പോൾ അവളും ഞാനും എൻ്റെ റബ്ബ് അറിയുള്ളൂ. എൻ്റെ മക്കൾ പോലും അറിയുന്നില്ല. നമ്മളുടെ സ്വകാര്യതയുടെ റൂമുകളിൽ നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ എന്തൊക്കെ കാര്യം നമുക്ക് അള്ളാഹിനോട് ചോദിക്കാണ്ട്. നമ്മളെ കാര്യം ചോദിക്കണം, നമ്മളെ മക്കളെ കാര്യം ചോദിക്കണം, ഇണയുടെ കാര്യം ചോദിക്കണം, പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബന്ധപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുന്യാവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി, മരണം നന്നാവാൻ, ഖബറിൽ ശാന്തി കിട്ടാൻ, മരണം എളുപ്പമായി കിട്ടാൻ, അതേപോലെ തന്നെ ഖബർ സ്വർഗത്തോപ്പാക്കി മാറ്റുവാൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, അതേപോലെ തന്നെ ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടുവാൻ, 100 കൂട്ടം ദുന്യവിയും ഉഖറവിയുമായ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതീ ഫിഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതീ ഫിഹാ മആദി വജഅലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈറിൻ വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർരിൻ. ദുനിയാവിലെ ആഖിറത്തിലെ എ മുതൽ സെഡ് വരെ ഉള്ളടങ്ങിയ പ്രാർത്ഥനയത്. ഇതൊക്കെ ആ ഏറ്റവും നല്ല ബെസ്റ്റ് ചാൻസിൽ വെച്ചിട്ടേ അപ്ലിക്കേഷൻ കൊടുത്താൽ ഉടൻ സ്വീകരിക്കുമെന്ന് പറയുന്ന സമയത്ത് ടേബിൾ മിൽക്കാണ് വെച്ചു കൊടുക്കേണ്ട പ്രാർത്ഥനകളതൊക്കെ. ഇതാ ചോദിച്ചോ തരാന്ന് പറയുന്നിടത്താണ് വെച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ചോദിച്ചോ തരാന്ന് പറയുന്നിടത്തേക്കാണ് ഈ അപ്ലിക്കേഷൻ്റെ കെട്ടാണ് കൊടുക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവെ എല്ലാം നിന്നോട് ചോദിക്കുകയാണ്, എല്ലാം അതിൽ പെട്ടുകഴിഞ്ഞു, എന്താ ഇനി അതിൽ ബാക്കിയുള്ളത്? സർവം ചോദിക്കുന്ന പ്രാർത്ഥനകൾ, ജവാമിഉ ദുആ എന്നറിയപ്പെടുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിൻ ശർരി മാ അലിംതു വഅഊദു ബിക മിൻ കുല്ലി ശർരിൻ ആജിലിഹി വആജിലിഹി. എല്ലാം അതിൽ പെട്ട് കഴിഞ്ഞു. ദീർഘമായ പ്രാർത്ഥനയാണ്, പറഞ്ഞാൽ തീരാത്തത്ര പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുക. ഏറ്റവും നേരത്തെ കേൾപ്പിച്ചില്ലേ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ തരാം, ആരുണ്ട് എന്നോട് പാപമോചനത്തിന് തേടാൻ പുറത്തു തരാം എന്നിങ്ങനെ ഓഫർ പറയുന്ന നേരത്തെ അള്ളാഹ്ക്കാണ് വെച്ചു കൊടുക്കാനുള്ളതാണ്. അതാണ് യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അതാണ് മൽജഇന്ന് അകന്ന് നിന്നിട്ട് അവരെ പണിയതാണ്. മൽജഇന്ന് അകന്ന് നിന്നത് വാട്സപ്പ് തോണ്ടാനും ഫേസ്ബുക്കിലും യൂട്യൂബിലിരിക്കാനും ടി വി കാണാനുമല്ല. യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. പേടിയോടെ, അതേ അവസരം പ്രതീക്ഷയോടെ, ആശയോടെ, ആശങ്കയുമുണ്ടവർക്ക്. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കൂലേ, ഞാൻ നരകത്തിൽ എറിയപ്പെടുമോ, ബേജാറുണ്ട്. അതേ അവസരത്തിൽ എൻ്റെ റബ്ബെല്ലാം പൊറുക്കുന്നവനാണല്ലോ, സ്വീകരിക്കാതിരിക്കൂല എന്ന പ്രതീക്ഷയുമുണ്ടവർക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, എല്ലാവരും ഇത് വളരെ ഗൗരവത്തോടുകൂടെ മുടക്കാതെ നമ്മളിത് നിർവഹിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാത്രി വളരെ കുറവാണ്. ഇവിടെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്തോളി, പോയിട്ട് ഇപ്പോൾ രാത്രി ഉളു എടുക്കുമല്ലോ, നമ്മൾ ഉളു എടുത്തിട്ടല്ലേ ഉറങ്ങുള്ളൂ എല്ലാവരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ നിസ്കരിച്ച് കിടന്നോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സഹാബിമാർക്ക് അനുസരിച്ചാണ് ഓരോന്ന് കൽപ്പിച്ചിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂൽ എന്നോട് നൽകിയ വസിയത്ത് എന്താണെന്നറിയോ? വഅൻ ഊതിറ ഖബ്ല അൻ അനാമ എന്നാണ്. ഞാൻ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നിസ്കരിക്കാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നിസ്കരിച്ചോളാനാണ് അള്ളാഹിൻ്റെ റസൂൽ എന്നോട് വസിയത്ത് പറഞ്ഞത്. നബിക്ക് നബിൻ്റെ ഓരോ സഹാബിമാരെ കുറിച്ചും നന്നായി അറിയാം, ഓരോരുത്തരുടെ പ്രകൃതി അറിയാം. അതുകൊണ്ട് ഓരോരുത്തർക്ക് പറ്റിയ രൂപത്തിൽ അവരോട് പറഞ്ഞു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിടന്നാൽ പിന്നെ ഉറങ്ങാൻ പ്രയാസമായിരുന്നു എഴുന്നേൽക്കാൻ. അപ്പം റസൂലുള്ള പറഞ്ഞു കൊടുത്തതാണെന്ത്, അബൂ ഹുറൈറ നീ എന്ത് ചെയ്തോ, കിടക്കുന്നതിൻ്റെ മുമ്പ് വിത്ർ നിസ്കരിച്ച് കിടന്നോ.
എന്നാൽ പിന്നെ ഉറപ്പല്ലേ, പിന്നെ ഇനി നീക്കും എന്നുള്ളൊരു പ്രയാസം, നീക്കൂല എന്നുള്ളൊരു ആശങ്ക ഒന്നും ഉണ്ടാവണ്ടല്ലോ. അപ്പം നമ്മൾ ഈ സമയത്ത് ഇപ്പം നല്ലതാ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 4 മണി ആകുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് പിന്നെ ബാങ്ക് വിളിക്കുകയാണ്. അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3:30 എഴുന്നേറ്റാലാണ് എത്രയും പെട്ടെന്ന് ഉളവെടുത്താൽ കുറഞ്ഞ നേരമെങ്കിലും നമുക്ക് പിന്നെ 3 റക്അത്തെങ്കിലും മിനിമം നിസ്കരിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാനൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോഴേക്ക് ബാങ്ക് കൊടുക്കും. അപ്പം എന്തായാലും അതിന് പറ്റൂല എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തോളിൻ, രാത്രി ദീർഘമുള്ള സമയത്ത് മാത്രം ഉറങ്ങിയിട്ട് പാതിരാവ് പിന്നെ രാവിൻ്റെ അന്ത്യയാമങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇപ്പോഴുള്ള സമയങ്ങളിലൊക്കെ നേരത്തെ അത് ചെയ്യുക. ഇനി പണ്ഡിതന്മാർ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ എൻ്റെയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് രാത്രി നിസ്കരിക്കാൻ നമുക്ക് സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതെല്ലാവരും പഠിച്ചു വെക്കണം. നമുക്ക് രാത്രി നിസ്കാരം മുടങ്ങിപ്പോകാതിരിക്കാൻ നമ്മളെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യം മഅരിഫത്തു ഫളിൽ ഖിയാമുൽ ലൈലി. ഖിയാമുൽ ലൈലി നിർവഹിച്ചാലുള്ള കൂലി നമ്മൾ ഇരുന്ന് പഠിക്കണം എന്നാണ്. ആ ഹദീസുകളൊക്കെ പഠിക്കണം. രാത്രി നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂലികൾ, ശ്രേഷ്ഠതകൾ, അള്ളാൻ്റെ അടുക്കൽ കിട്ടാൻ പോകുന്ന സ്ഥാനം, ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം, അവർക്ക് സ്വർഗമുണ്ട്, അള്ളാഹു അവർക്ക് പരിപൂർണമായ ഈമാനുണ്ട് എന്നാണ് പറഞ്ഞത്. അവരും വിവരമില്ലാത്തവരും അവരും തമ്മിൽ സമമാവില്ല എന്നാണ് പറഞ്ഞത്. സ്വർഗപ്രവേശനത്തിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനോടുള്ള നമ്മുടെ അടുപ്പത്തിൻ്റെ ദറജ കൂട്ടും അതാണ് എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലെ ഉന്നതമായ മാളികകളിൽ നമുക്ക് പ്രവേശനം കിട്ടും എന്നാണ് പറഞ്ഞത്. യഥാർത്ഥ മോമിനീങ്ങളുടെ ഗുണമാണത് എന്നാണ് പറഞ്ഞത്. മോമിനീങ്ങളുടെ ഏറ്റവും മാന്യമായ അടയാളമാണത് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലാക്കലാണ് ഒരിക്കൽ പോലും രാത്രി നിസ്കാരം നമുക്ക് വീഴ്ച വരാതിരിക്കാനും അഥവാ വന്നുപോയാൽ ളുഹറിന്റെ മുമ്പ് അത് വീണ്ടെടുക്കാനും നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം. 2 മഅരിഫത്തു കൈദി ശൈത്താൻ. ശൈത്താനിന്റെ കുതന്ത്രത്തെ നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. കാരണം ഇത് തീരെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയായതുകൊണ്ട് തന്നെ ഇത് ശൈത്താന് തീരെ സഹിക്കൂല. അതുകൊണ്ട് 100 തട്ടുമുട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി ശൈത്താൻ വല്ലാതെ പരിശ്രമം നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് രാത്രി സുബയാവോളം അയാൾക്ക് രാത്രി നിസ്കരിക്കാൻ അയാൾ എഴുന്നേറ്റില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ എന്താ അറിയോ? ദാക റജുലുൻ ബാല ശൈത്താനു ഫീ ഉദ്നൈഹി. അവന്റെ 2 ചെവിയിലും ശൈത്താൻ മൂത്രയിച്ചിരിക്കുന്നു. കണ്ടോ ആ പ്രയോഗം എന്താണ്? അവൻ്റെ വൃത്തികെട്ട അവൻ്റെ ആ കുതന്ത്രത്തിൽ അവൻ പെട്ടുപോയി എന്നാണ്. മാത്രമല്ല, നമ്മൾ എല്ലാവരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെകുത്താൻ നമ്മുടെ പിരടിയിൽ 3 കെട്ടുകൾ ഇടുന്നുണ്ട്. ഈ കെട്ട് നമ്മൾ നോക്കിയാൽ കാണുന്ന കെട്ടല്ല, നമുക്ക് കാണാനാവാത്ത ശക്തിയാണ് പിശാച്ച്. നമ്മൾ രാത്രി കിടക്കുന്ന നേരത്ത് ശൈത്താൻ നമ്മുടെ പിരടിയിൽ 3 കെട്ടിടുന്നുണ്ട്. ഓരോ കെട്ടിന്മേലും അവനിങ്ങനെ അടിച്ച് അതിൻ്റെ ഉറപ്പ് പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നുണ്ട്. എന്തും പറഞ്ഞിട്ടാണ് ഓരോ കെട്ടുമ്മലും അവൻ അടിക്കുന്നത്. അലൈക ലൈലുൻ തവീൽ. ദീർഘനേരം നീ ഉറങ്ങണട്ടോ, ദീർഘനേരം നിന്റെ മുമ്പിലുണ്ട്, രാത്രിയുണ്ട്. ഫർഖുദ്, നന്നായി ഉറങ്ങിക്കൊള്ളണേ. ശൈത്താൻ നമ്മളെ മനസ്സിൽ 3 കെട്ടിടുമ്പോഴും അത് പറയുന്നുണ്ട്. ഇനി ആ കെട്ട് അഴിയാനുള്ള മാർഗങ്ങളാ നബിതങ്ങൾ പറയുന്നത്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. ഫഇനിസ്തൈഖള, ഒരാൾ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങിയിട്ട് അവൻ ഉണർന്നു. ഫദക്കറല്ലാഹ്, ഉണരുമ്പോഴുള്ള ദിക്ർ അവൻ ചൊല്ലിയാൽ ഇൻഹല്ലത ഉഖ്ദ, 1ാമത്തെ കെട്ട് അഴിഞ്ഞു വീണു. ശൈത്താൻ കെട്ടിയ 3 കെട്ടിൽ 1 കെട്ട് അഴിഞ്ഞു വീഴും. ഏതോടുകൂടി? നമ്മൾ ദിക്ർ ചൊല്ലിയിട്ടാ നീക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എന്ത് ചൊല്ലാൻ മറക്കരുത്? ദിക്ർ ചൊല്ലാൻ മറക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മഗ്ഫിർലി അല്ലാഹുമ്മഗ്ഫിർലി. നീ എന്തും ചോദിച്ചോളി, ഉത്തരം തരാന്നാ പറഞ്ഞത്. ഇത് ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഒരു ഉണർച്ച ഉണ്ടല്ലോ, പിന്നെയും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഉണർച്ച ഉണ്ടല്ലോ, അപ്പോഴും പറയാം. മറ്റേത് ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാ അല്ലദീ അഅഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലീ ബിദിക്രിഹി. വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്.
ഒരു ദിക്ർ ചൊല്ലുമ്പോഴേക്ക് തന്നെ ഒന്നാമത്തെ കെട്ട് കഴിഞ്ഞു. ശൈത്താൻ നമ്മെ അലസമാക്കി ഉറക്കിക്കിടത്താനുള്ള 3 കെട്ടിടുന്നതിൽ ഒന്നാമത്തെ കെട്ട് ഇതോടുകൂടെ അഴിഞ്ഞു. രണ്ടാമത്തെ കെട്ടപ്പോഴഴിയ ഫൈൻ തവല്ല, ഇനി അവൻ എഴുന്നേറ്റ് ഉണർന്നു എന്ന് മാത്രമല്ല, അവൻ ഉളുവെടുക്കാൻ പോയാൽ, ഉളുവെടുത്ത് വന്നാൽ ഇൻഹല്ലത ഉഖ്ദ, രണ്ടാമത്തെ കെട്ടും കഴിഞ്ഞു. ഫൈൻ സല്ലാ, ഇനി അവൻ നിസ്കരിക്കുക കൂടി ചെയ്താലോ ഇൻഹല്ലത ഉഖ്ദ, മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞുപോയി. ഫാസ്ബഹ, അങ്ങനെ മനുഷ്യൻ ആയിത്തീരുന്നതാണ് നശീതൻ, നല്ല ഉന്മേഷാവസ്ഥയിൽ, തയ്യിബൻ നഫ്സി, അവൻ്റെ മനസ്സ് വളരെ പരിശുദ്ധമായിരിക്കും. ഇല്ല, ഇനി അങ്ങനെയൊന്നും ഒരാൾ ചെയ്യുന്നില്ല, ഉണരുന്നുമില്ല, ദിക്റും ചൊല്ലുന്നില്ല, ഉളുവെടുത്തതുമില്ല, നിസ്കരിച്ചതുമില്ല എങ്കിൽ അസ്ബഹ, അവൻ്റെ പ്രഭാതമായി തീരും ഖബീസൻ നഫ്സി, വളരെ വൃത്തികെട്ട മനസ്സായിരിക്കും അവൻ്റേത്. കസ്ലാൻ, കുഴിമടിയനായിരിക്കും ആ ദിവസം മുഴുവൻ. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംയുക്തമായ ഹദീസാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കലാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അൽ ഹിർസു അലൻ നൗമി മുബക്കിറ, നേരത്തെ ഉറങ്ങാൻ ശീലിക്കണം. അത്യാവശ്യമുണ്ടെങ്കിലല്ലാതെ ഉറക്കമിളക്കരുത്. ഇപ്പം നമ്മൾ നല്ലൊരു കാര്യത്തിനാണ് ഉറക്കമിളക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ 10 മണിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ 10:30 ഉറങ്ങും. ഇന്ന് നമുക്കതിന് പറ്റുന്നില്ല. നമ്മൾ റബ്ബിൻ്റെ കലാമ് കേൾക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലാതെ നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കഴിയുന്നത്ര നേരത്തെ ഉറങ്ങണം. എന്നാ രാത്രി നിസ്കരിക്കാൻ അത് സഹായകമാകും. 4 അൽ ഹിർസു അലാ ആദാബിൻ നൗമി, ഉറക്കത്തിൻ്റെ മര്യാദകളൊക്കെ എപ്പോഴും നിലനിർത്തണം. ഉളുവെടുത്ത് കിടക്കണം, വലതുവശം ചെരിഞ്ഞു കിടക്കണം, ദിക്റുകളും ദുആകളും ചൊല്ലണം, ചൊല്ലാൻ പറഞ്ഞ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഓതണം. അപ്പോൾ എഴുന്നേറ്റോളും. മറ്റൊന്ന് ഭൗതികമായ സംവിധാനങ്ങളാണ്. അലാറം വെക്കലാണ്, വിളിച്ചുണർത്താൻ, ഫോണിൽ വിളിക്കാൻ ആളെ ഏർപ്പാട് ചെയ്യലാണ്. അത് 5ാമത്തെ കാര്യമാണ്. ഇനി മറ്റൊന്ന് ഭക്ഷണം രാത്രിയിൽ ഓവറാക്കാതിരിക്കലാണ്. വയറ് വല്ലാതെ നിറഞ്ഞാൽ രാത്രി വല്ലാത്ത ഉറക്കിലേക്ക് പോകും, എഴുന്നേൽക്കാൻ മടിയാകും, അലസനാകും. ഉണർന്നാൽ പോലും എഴുന്നേൽക്കാൻ തോന്നൂല. കാരണം എന്താ? ഫുഡ് ദഹിച്ചിട്ടില്ല, അത് കിടന്നിങ്ങനെ വഴക്കണം. അവിടെ ഭക്ഷണം കുറക്കണം. 6ാമത്തെ അവസാനത്തെയും കാര്യം യജ്തനിബുദ്ദുനൂബ വൽ മആസി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപങ്ങളൊക്കെ ഒഴിവാക്കണം. പാപങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ രാത്രി നിസ്കാരത്തിന് തൗഫീക്ക് കിട്ടൂല എന്നാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് രാത്രി നിസ്കാരത്തിന് തൗഫീക്ക് കിട്ടൂല, ആഗ്രഹിച്ചാലും കിട്ടൂല എന്നാണ്. എന്താ അതിന് തെളിവ്? മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലയുടെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയാണ്, ഞാൻ ഉദു എടുക്കാനുള്ള വെള്ളപ്പാത്രം വരെ റെഡിയാക്കിയിട്ട് എല്ലാ സംവിധാനങ്ങളോടുകൂടെയുമാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. പക്ഷേ പലപ്പോഴും എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്നു. അദ്ദേഹം ആ ശിഷ്യനോട് ഉപദേശം കൊടുക്കുകയാണ്, ഖയ്യദത്ക ഖതായാക, നിന്റെ പാപങ്ങളാണ് നിന്നെ നിന്റെ ബെഡിൽ കെട്ടിയിട്ടത്. പകൽ സമയത്ത് നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ്, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ് നിന്നെ കെട്ടിയിടുന്നത്. ഇന്നൽ അബ്ദ, തീർച്ചയായും ഒരടിമ, ലയുദ്നിബുദ്ദംബ, അവൻ പാപങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ ഫയുഹ്റമു ബിഹി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കാനുള്ള തൗഫീഖ് ആ മനുഷ്യന് തടയപ്പെടുന്നു. രാത്രി നിസ്കരിക്കാനുള്ള തൗഫീഖ് കിട്ടൂല. അപ്പോൾ പാപങ്ങൾ ഒഴിവാക്കണം. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മരണം വരെ എനിക്കും നിങ്ങൾക്കൊക്കെ രാത്രി നിസ്കരിക്കാൻ പറ്റും. ഇനി ഒരാൾക്ക് പ്രായമൊക്കെ ആയി തീരെ പറ്റാത്തൊരവസ്ഥയിലെത്തിയാലും അയാൾക്ക് രാത്രി നിസ്കരിച്ചതുപോലെ കൂലിട്ടും. എന്താ കാരണം? അയാൾക്കത് പതിവുണ്ടായിരുന്നു ആരോഗ്യമുള്ള കാലത്ത്. ഇപ്പം അയാൾക്ക് വയ്യാഞ്ഞിട്ടാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അയാൾ യാത്ര പോയി, അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, എന്നാലും അയാൾക്ക് കൂലിട്ടും. കാരണം എന്താണ്? ഇതാ മരിള ഇന്നൽ അബ്ദ, ഒരടിമ ഇതാ മരിള ഔ സാഫറ, ഒരാൾ രോഗം കാരണത്താലോ യാത്രയിലായതുകൊണ്ടോ സ്ഥിരമായി ചെയ്തു വന്നിരുന്ന പുണ്യകർമ്മങ്ങൾക്ക് വല്ല മുടക്കവും വന്നാൽ അവനത് ചെയ്തതുപോലത്തെ കൂലി അള്ളാഹു അവന് കൊടുക്കാതിരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഓഫറല്ലേ അത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് പറയുന്നു, ഓരോറ്റ രാത്രിയിലും അല്പമെങ്കിലും നിസ്കരിക്കാതെ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകരുത്. അഥവാ പോയെങ്കിൽ വീണ്ടെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതാണിവിടെ യഥാർത്ഥ മുഅ്മിനീങ്ങളെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ആയത്തിലെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് കിട്ടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ അറിവ് റബ്ബ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പഠിച്ചിട്ടുള്ള ഇൽമുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് റബ്ബിനോട് നന്ദി കാണിക്കുന്നവരിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل وسلم.